ഹായ്. അപ്പോൾ ഇനി അടുത്ത LDCക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ LDCയിൽ പറ്റിയ അബദ്ധങ്ങൾ, നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ ചിലതുണ്ടാവും. ആ അബദ്ധങ്ങളായിരിക്കില്ല മറ്റുള്ളവർക്ക് പറ്റിയിട്ടുണ്ടാവുക. ഓരോ തോൽവികളും നമ്മളത് തിരിച്ചറിവിൻ്റെതാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. ഇനി നിങ്ങൾ തോറ്റത് ചിലപ്പം ഒന്നോ രണ്ടോ കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഇനി അടുത്ത തവണ നിങ്ങൾ തോക്കാൻ പോകുന്നത് ഇതല്ലാത്ത വേറെ ചില തെറ്റുകൾ നിങ്ങൾ വരുത്തുന്നത് കൊണ്ടായിരിക്കും. അങ്ങനെ തോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മറ്റുള്ളവർ എങ്ങനെ തോറ്റു എന്നുള്ള ഒരു അറിവ് കൂടെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും കാലത്തെ ഒരു അനുഭവ സമ്പത്തിലെ ഉദ്യോഗാർത്ഥികളെ കണ്ടുള്ള അറിവ് കൊണ്ട് ഓരോരുത്തർക്കും പറ്റിയിട്ടുണ്ടാവുന്ന പല രീതിയിലുള്ള അബദ്ധങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി ഇവിടെ പറയും. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് ഈ തെറ്റ് ഭാവിയിൽ വരുത്തി ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിന് പരിഹരിച്ച് പിന്നീട് വിജയിക്കുന്നതിന് പകരം ഇപ്പോഴേ ഈ തെറ്റ് മനസ്സിലാക്കി അതിൻ്റെ തിരുത്തൽ വഴി എന്താണോ ആ വഴിയിലൂടെ മുന്നോട്ട് പോയിട്ട് വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരെയും സംബന്ധിച്ചും ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. LDCക്ക് ഇനി പഠിക്കാൻ തുടങ്ങുന്നവർക്കും, അതേപോലെ LDC കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയവർക്കും, അല്ലേ, ഇനി കഴിഞ്ഞ തവണ LDC എഴുതിയിട്ടില്ല പക്ഷെ എന്താണ് ഇത്തവണ നേടണമെന്നുള്ള ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഈ ഒരു തെറ്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചാൽ അടിപൊളിയായിട്ട് മികച്ച റാങ്കും കരസ്ഥമാക്കി ഇപ്പോൾ ആളുകൾ വന്ന പോലെ മീറ്റപ്പിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് വിജയ ശ്രീലാളിതനായിട്ട് മുന്നോട്ടേക്ക് ഭാവി ജീവിതം സർക്കാർ ജോലിയോടുകൂടി കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, പരീക്ഷ ഹാളിലെ സമ്മർദ്ദം. നന്നായിട്ട് പഠിച്ച് സെറ്റായി നിന്നായിരിക്കും മോഡൽ എക്സാമുകളിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും. ഒരു ചെറിയൊരു ശതമാനം ആളുകൾ ഇങ്ങനെ തോറ്റുപോയവരുണ്ടാവും, അല്ലെങ്കിൽ ലിസ്റ്റിൽ പിറകിലായി പോയവർ, അല്ലെങ്കിൽ ലിസ്റ്റിന് പുറത്ത് സപ്ലി ലിസ്റ്റിലായി പോയവർ, സപ്ലി ലിസ്റ്റിനും പുറത്ത് ചെറിയ മാർക്കുകൾ 0.33 1 മാർക്കിനോ അല്ലെ അങ്ങനെയൊക്കെയുള്ള മാർക്കുകൾക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ ആളുകൾ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു ശതമാനം ആളുകൾ നന്നായിട്ട് പഠിച്ചാൽ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ മികച്ച റാങ്ക് നേടാനുള്ള കഴിവും അറിവും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം ഉണ്ടായിട്ട് പോലും ഈ ഒരു കാര്യം കൊണ്ട് നഷ്ടപ്പെട്ടവരുണ്ടാവും. പരീക്ഷ ഹാളിലെ സമ്മർദ്ദം. നമുക്ക് ഓരോ തെറ്റും തിരിച്ചറിഞ്ഞത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള പറഞ്ഞു പോവാം. ഇത് ശരിക്കും ഓരോന്നും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഏറ്റവും മിനിമം കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പോൾ പരീക്ഷ ഹാളിലെ സമ്മർദ്ദം എന്ന് പറയുന്നത് പിറ്റേന്ന് അല്ലെ പരീക്ഷയുടെ തലേന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നതല്ല. ആ സമ്മർദ്ദം ഇല്ലാതെ നിങ്ങൾക്ക് പരീക്ഷ എഴുതണമെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന LDC മാത്രമല്ല, നമ്മൾ അങ്ങോട്ടേക്ക് എല്ലാ പരീക്ഷകളും അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യാം. അത്തരം എക്സാമുകൾ പോയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ പഠിച്ചാലും ഇല്ലെങ്കിലും പരീക്ഷാ സമ്മർദ്ദം മാറ്റണമെങ്കിൽ യഥാർത്ഥ പരീക്ഷ യഥാർത്ഥ രീതിയിൽ എഴുതണം. ഇനി ഈ പറയുന്ന രീതിയിൽ വെറുതെ പോയി എഴുതുന്നതും പഠിച്ചിട്ട് പോയി എഴുതുന്നതും വ്യത്യാസമുണ്ട്. ഈ പഠിച്ചിട്ട് പോകുമ്പോഴാണ് സമ്മർദ്ദം ഉണ്ടാവുക. നിങ്ങൾ വിചാരിക്കും പണ്ടൊക്കെ ഞാൻ എത്ര എക്സാം എഴുതിയാൽ എനിക്കൊരു പ്രശ്നമല്ല എന്ന് വിചാരിച്ച് പോകും. പക്ഷേ LDC നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കാൻ തുടങ്ങി. LDC എന്നല്ല, ഏത് പരീക്ഷയാണെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ആ പരീക്ഷയ്ക്ക് അത്രയും സീരിയസ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുമ്പില്ലാത്ത ടെൻഷൻ ഉണ്ടാവും. കാരണം ഇത് നിങ്ങൾ പഠിച്ചു പോയിട്ട് ചെയ്യുന്ന എക്സാമാണ്. അതുകൊണ്ട് അങ്ങനെ പഠിച്ചു പോയിട്ട് ചെയ്യുന്ന എക്സാമുകളും കുറച്ച് എഴുതണം. മറ്റ് എക്സാമുകളും നന്നായിട്ട് പഠിച്ചു പോയിട്ട് തന്നെ എഴുതണം. അല്ലാതെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം LDC അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് അല്ലെങ്കിൽ LSC സെക്രട്ടറി അല്ലെങ്കിൽ KS ഇങ്ങനെ ഒറ്റ ലക്ഷ്യം മാത്രം വെച്ച് നീങ്ങുന്നവർ ആ ഒരു എക്സാം മാത്രമാണ് അന്ന് എഴുതുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ട 10 15 മാർക്കൊക്കെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പരീക്ഷാ സമ്മർദ്ദം അതിജീവിക്കണമെങ്കിൽ മുൻപ് തന്നെ നന്നായിട്ട് എക്സാമുകൾ എഴുതണം, യഥാർത്ഥ എക്സാമുകൾ എഴുതണം. അതല്ലാതെ എല്ലാ എക്സാമുകളും മാക്സിമം ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ടോപ്പിക് എക്സാമുകൾ, റിവിഷൻ എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, ഇങ്ങനെ പറ്റാവുന്ന മാക്സിമം എക്സാമുകൾ, അതേപോലെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലുള്ള എക്സാമുകൾ, ഇപ്പം എൻട്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രീ എക്സാമുകളുണ്ട്. ഇത്തരം എക്സാമുകളൊക്കെ മാക്സിമം എഴുതി തന്നെ നമ്മൾ ആ ഒരു സമ്മർദ്ദം അതിജീവിക്കണം. ഓക്കെ, ഇത് രണ്ടാമത്തെ കാര്യം, നെഗറ്റീവ് മാർക്കിന്റെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു കഴിഞ്ഞ പരീക്ഷയിൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലിസ്റ്റ് പെട്ടില്ല. ഇതും ഒരു സുപ്രഭാതത്തിൽ മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഗോൾഡ് ബാച്ചിലൊക്കെയുള്ള ഉദ്യോഗാർത്ഥി ഞാൻ ഇൻട്രോ സെഷനിൽ തന്നെ പറയും, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും അതിൻ്റെ എക്സാം ഉണ്ടാവും. ഒരു ടോപ്പിക് കഴിയുമ്പോൾ അതിൻ്റെ എക്സാം, അടുത്ത ടോപ്പിക് കഴിയുമ്പോൾ അതിൻ്റെ എക്സാം, മൊത്തം ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ എക്സാം, പിന്നെ ഒരുമിച്ച് ചേർത്തുള്ള എക്സാമുകൾ, ഒരു 3-4 സ്റ്റഡി സർക്കിൾ കഴിയുമ്പോൾ അതെല്ലാം കൂടെ ചേർത്തുള്ള എക്സാമുകൾ, ലൈവ് എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, എക്സാമുകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാവും. ഇത് ഓരോന്നും എഴുതി തീർക്കുന്നവരാണ്. നിങ്ങൾ കണ്ടില്ല ഇന്നലെ മീറ്റപ്പിലൊക്കെ ഓരോരുത്തർ വിളിച്ചു പറഞ്ഞിട്ടുള്ള 1.5 ലക്ഷം ക്വസ്റ്റ്യനൊക്കെ ചെയ്ത ആളുകളുണ്ട് അവിടെ. എക്സാമുകൾ മാക്സിമം ചെയ്തിട്ടാണ് അവരൊക്കെയാണ് ആദ്യ റാങ്കുകളിലേക്ക് എത്തുന്നത്, ആദ്യ 10കളിലേക്ക് എത്തുന്നത്. ഇത്രയും മിടുക്കന്മാരാണ്. വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, റിവിഷൻ ചെയ്താൽ മാത്രം പോരാ, എക്സാമുകൾ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് മോഡൽ എക്സാം 100 മാർക്കിന്റെ മാത്രം ചെയ്താൽ പോരാ, പഠിക്കുന്ന ടോപ്പിക് എന്നുള്ള എക്സാമുകൾ ചെയ്തു തീർക്കണം. അതാണ് നമ്മുടെ ഈ ഗോൾഡ് ബാച്ചുകളുടെ ഒക്കെ പ്രത്യേകത. അതാണ് ഓരോ
ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടും റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് പോവാം. ഇനി നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന ആളുകളാണെങ്കിലും ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അവിടെ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് സങ്കല്പിക്കണം. എവിടെന്നെങ്കിലുമൊക്കെ അങ്ങനെയുള്ള സോഴ്സുകൾ ഉണ്ടെങ്കിൽ, ആ ടോപ്പിക്കിന്റെ എക്സാം ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് മാർക്കിന്റെ ആ ഒരു അതിപ്രസരം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി തീരുമാനിച്ചിറങ്ങണം. ഈ എക്സാമുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്കി കുത്തി ശീലിക്കണം. ലോജിക്കൽ കറക്കി കുത്തി ശീലിക്കണം. എല്ലാം എനിക്ക് അറിയുന്ന മാത്രം എഴുതിയിട്ട് അല്ലെ ആ ഒരു ഗ്രൂപ്പിൽ മിടുക്കന്മാരാകാൻ വേണ്ടിയിട്ട് അവിടെ 25 മാർക്കിന്റെ എക്സാം അല്ലെങ്കിൽ 50 മാർക്കിന്റെ എക്സാം, അപ്പോൾ അവിടെ ഏറ്റവും മാർക്ക് വാങ്ങുന്ന ഞാനായിരിക്കണം എന്നുള്ള ഒരു ഇതിൽ ഒരു മറയുന്ന മാത്രം എഴുതിയിട്ട് ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾ ടോപ്പ് അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഒന്നും ആകുന്നില്ല എങ്കിൽ എന്ത് കാര്യമുള്ളത് കൊണ്ട്? അപ്പോൾ നമ്മൾ അവരെയല്ല ഇംപ്രസ് ചെയ്യേണ്ടത്, നിങ്ങളെയാണ് ഇംപ്രസ് ചെയ്യേണ്ടത്. നമുക്ക് ജീവിതത്തിൽ മികച്ച റാങ്ക് നേടിയിട്ട് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ കുറച്ച് ചെറിയ ത്യാഗങ്ങളൊക്കെ സഹിക്കണം. അവിടെ നിങ്ങൾ അറിയാത്ത ചില ചോദ്യങ്ങളൊക്കെ എഴുതി ശീലിക്കണം. അത് തുടക്കത്തിലേ ചെയ്ത് ശീലിക്കണം. തുടക്കത്തിലേ അങ്ങനെയുള്ള ആത്മഹത്യാ പ്രവണതകൾ കാണിച്ചാൽ, ഒരു ധൈര്യം അവിടെ കാണിച്ചു കഴിഞ്ഞാൽ, അതായത് തികച്ചും ആത്മഹത്യ തന്നെയാണ്, ഒന്നും അറിയാത്ത ചോദ്യമാണ്, ചെറിയൊരു സ്പാർക്ക് വരികയാണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാം, അപ്പൊ അത് വെച്ചിട്ട് ഓപ്ഷനൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇതാവാം അല്ലെങ്കിൽ ഇതാവാം, അങ്ങനെയുള്ളത് എഴുതി ശീലിക്കുക. ആ ധൈര്യം അവിടെ നമുക്ക് തുടക്കത്തിലേ ഉണ്ടാവണം. ആ ധൈര്യം കാലം അങ്ങോട്ടേക്ക് പോകും തോറും, നിങ്ങളുടെ ഉള്ളിലേക്ക് അറിവുകൾ കൂടും തോറും, നിങ്ങളുടെ പ്രവൃത്തിയിൽ ഇതിങ്ങനെ ഇടയ്ക്കിടെ കൊണ്ടുവരുമ്പോഴും നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് തെറ്റുകൾ കുറഞ്ഞു വരും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ചെയ്യേണ്ടതല്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതേപോലെ ചെയ്ത് നോക്കേണ്ടതല്ല. നമ്മളിത് ഓരോ എക്സാമിലും ചെയ്ത് ശീലിച്ചിട്ടാണ് ഈ പറയുന്ന ലോജിക്കൽ കറക്കി കുത്ത് നമുക്ക് പ്രായോഗിക തലത്തിൽ ഏറ്റവും കൂടുതൽ ശരിയും കുറഞ്ഞ എണ്ണം തെറ്റുകളുമായിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് എല്ലാ റാങ്ക് ജേതാക്കളും എല്ലാ കാലഘട്ടത്തിലും ജനിച്ചിട്ടുള്ളത് അല്ലേ? ഇഷ്ടംപോലെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ലോജിക്കൽ ഗസിന്റെ വീഡിയോകൾ ഞാൻ 2018 മുതൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു 4-5 വീഡിയോ എൻ്റെ റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന ടെലഗ്രാം ചാനലിൽ യൂട്യൂബ് ചാനലിലുണ്ട്. അതേപോലെ എൻട്രിയുടെ ചാനലിൽ 3-4 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചോദ്യകർത്താവിന്റെ സൈക്കോളജി പോലും മനസ്സിലാക്കിയിട്ട് നമുക്ക് പല ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുന്നത്? വിജയിക്കുന്നത്. അത് നിങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ അന്ന് പോയിട്ടാ അതിന്റെ തലേന്ന് ഞാൻ ആ ചെയ്ത വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി ഇങ്ങനെ ചെയ്യണമെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ അറിയോ? നിങ്ങൾക്ക് കൂടുതൽ എണ്ണം തെറ്റുകളായിരിക്കും, കുറഞ്ഞ എണ്ണം ശരിയേ ഉണ്ടാവുള്ളൂ. അതേസമയം ഇപ്പോഴേ ശീലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ ശരിയുടെ എണ്ണം കൂടുതലും തെറ്റിന്റെ എണ്ണം കുറയ്ക്കാനും കഴിയും. ഓക്കെ, ദെൻ മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് 100 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് തീർക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ള ടൈം മാനേജ്മെന്റ് LDC പോലെയുള്ള പരീക്ഷകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന്. നിങ്ങൾക്ക് 1.5 മണിക്കൂർ കൊണ്ട് 100 ചോദ്യങ്ങളും ചെയ്ത് തീർത്തവർ കുറെ പേരുണ്ട്. അവരൊക്കെ മിടുക്കന്മാർ, നല്ല റാങ്ക് നേടി പോയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് 1.5 മണിക്കൂറുള്ള മെയിൻ എക്സാം ആണെങ്കിൽ അവിടെ 1 മണിക്കൂർ കൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റെങ്കിലും നമുക്ക് എന്തുണ്ടാവണം? അവസാനത്തേക്ക് മാറ്റി വെക്കാൻ പറ്റണം. അതിനുള്ളിൽ 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ അറിയുന്നതിലൂടെ കടന്നു പോവുകയും പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുകയും ചെയ്യണം. ആ വിട്ട സാധനങ്ങൾ അവസാനത്തെ ഈ ഒരു 10-20 മിനിറ്റ് കൊണ്ട് വീണ്ടും ഒന്നുകൂടി നോക്കിയിട്ട് അവിടെ ഈ പറഞ്ഞ കറക്കി കുത്തും കാര്യങ്ങളൊക്കെ ചെയ്തും അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടെ മാർക്കുകൾ സമ്പാദിക്കണം. അങ്ങനെ കടന്നു പോകാൻ പറ്റണമെങ്കിൽ സമയം ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ടൈം മാനേജ്മെന്റ് എക്സാമിൽ നടക്കണമെങ്കിൽ നമ്മൾ അത് മുൻകൂട്ടി അതും ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ എക്സാമുകൾ മാക്സിമം എഴുതണം. OMR ഷീറ്റ് ഉപയോഗിച്ച് ചെയ്ത് ശീലിക്കണം. വെറുതെ കുത്തിയാൽ മാത്രം പോരാ. OMR ഷീറ്റിന്റെ കോപ്പി എടുത്ത് വെക്കുക, പറ്റാവുന്ന അത്രയും മോഡൽ എക്സാമുകൾ ഇങ്ങനെ ചെയ്ത് ശീലിക്കുക. ടൈം മാനേജ്മെന്റ് ഇപ്പോഴേ പ്രായോഗികമാക്കണം. പിന്നെ എക്സാം ഹാളിൽ ചെയ്യേണ്ട ടൈം മാനേജ്മെന്റ് ടിപ്സ് കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ മുമ്പ് പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പിന്നീട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, 100 ചോദ്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? കടന്നു പോകണം. അപ്പൊ ഇതുകൊണ്ട് തോറ്റുപോയവരുണ്ടാവും. വെറുതെ അറിയാത്ത ചോദ്യങ്ങളിൽ ഇങ്ങനെ സമയം പോക്കി അവസാനം വീട്ടിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അവസാനം ഒരു 10 ചോദ്യം ചെയ്തിട്ടില്ല, അതിൽ ഒരു 5-8 അറിയുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര സങ്കടമാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള തോറ്റുപോകലുകൾ നിങ്ങൾക്ക് പലർക്കും നടന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള അവിടെ കമന്റ് ചെയ്യണേ. അത് മറ്റുള്ളവർക്ക് ഗുണമാവും. ഞാൻ ഈ പറയുന്ന തെറ്റുകളിൽ ഒരുവിധം എല്ലാം പെടും. അതിന്റെ പല വകഭേദങ്ങളായിരിക്കും മറ്റു പലതും. ഓക്കെ, ഇനി അതല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെ തോറ്റു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. സാർ ഇതൊക്കെ എന്ത് നോക്കാനാ? തോറ്റു, അത്രേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല, വിജയിക്കാൻ ആവേശം തുളുമ്പുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അല്ല വേണ്ടത് അല്ലെ? പലരും അങ്ങനെയാ പറയുക, എന്തിനാ സാറേ ചത്തേന്റെ ജാതകം നോക്കുന്ന? ചത്തതിന്റെ ജാതകം നോക്കുന്നവനാണ് മക്കളെ അടുത്തതില് വിജയിക്കുന്നത്. അത് നോക്കിയിരിക്കണം. കാരണം അവിടെ ആ തോൽവി എങ്ങനെ പറ്റി എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ജാതകം നോക്കി എടുത്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ അടുത്ത തവണയും ഇതിൽ തന്നെ ചില തെറ്റുകൾ നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് അത് ചെയ്യാം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക. എന്താണ് നിങ്ങളുടെ തോൽവി? ഏറ്റവും മിനിമം വാക്കുകൾ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടംപോലെ ടൈം നഷ്ടപ്പെടുത്താറുണ്ട്, എന്തൊക്കെ നെഗറ്റീവ് പറയാൻ നിങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട്. ഇത് നിങ്ങൾക്ക് പറ്റിയ നെഗറ്റീവ് പറയാനുള്ള ഒരു അവസരം ഞാൻ അങ്ങോട്ട് തരിക. ഓക്കെ, ആ നെഗറ്റീവ് എന്താണെന്നുള്ളത്
ഒന്ന് പറഞ്ഞു കൊടുത്തേ നിങ്ങൾ, ഉറപ്പായിട്ടും അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ ഗുണമാവും. നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ മറ്റുള്ളവനത് കിട്ടും, മറ്റുള്ളവൻ പറയുന്നത് ഇവിടെയും കിട്ടും. അപ്പോൾ നിങ്ങൾ എങ്ങനെ തോറ്റു എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയൊരു രൂപമായിട്ടൊരു കമൻറ്റ് നിങ്ങൾ ഒന്ന് ചെയ്തു വെക്ക്. ഓക്കെ, വളരെ നല്ലൊരു ആശയമായിരിക്കും അത്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഗുണമാവും, പലർക്കും അതൊരു മോട്ടിവേഷനായിട്ട് മാറും. സ്വയം തെറ്റുകൾ സംഭവിക്കാതെ നോക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ 4ാമത്തെ പോയിന്റ്, പുതിയ ചോദ്യ മാതൃകകൾ പരിശീലിച്ചില്ല. പിന്നെ ഇതിലുള്ള തെറ്റുകൾ ഇനിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഇന്നത് കൊണ്ടാണ് തോറ്റത്, ഇതിലുള്ള നമ്പർ ഇട്ടാൽ മതി, 1, 5, 8, 10 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ പുതിയ ചോദ്യ മാതൃകകൾ വേണ്ടത്ര പരിശീലിച്ചില്ല. ചോദ്യ രീതികൾ 2020-21 കാലഘട്ടം മുതൽ PSCയിൽ മാറ്റം വന്നു. പല മാതൃക പുതിയ ചോദ്യ മാതൃകകൾ പലതും വന്നു. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അല്ല, 20 ടൈപ്പ് അതെങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള, അതൊക്കെ വിശദമായിട്ട് ചെയ്ത് പഠിച്ച ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും വന്നാൽ ഒരു വിഷയം ഉണ്ടാവില്ല. അല്ലാത്തവൻ ഇത്തരം ചോദ്യ മാതൃകകൾ കണ്ടപ്പോൾ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും, തോറ്റുപോയിട്ടുണ്ടാവും, പല നെഗറ്റീവും വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഓരോ മാതൃകകൾ നന്നായിട്ട് പരിശീലിക്കണം. ഇനി പഠിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദ്യം വരാം, ഇവിടെ നിന്ന് ഇങ്ങനെ ചോദ്യം വരാം എന്ന് ചിന്തിക്കാൻ പറ്റണം. അത് പറ്റണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് നോക്കണം. നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ നന്നായിട്ട് വിലയിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. 1887 പഠിക്കുമ്പോൾ അവിടെ നിന്ന് സ്ഥിരം ചോദിക്കുന്നത് ലഹള നേതൃത്വം കൊടുത്ത ആളുകളാണ്, അത് ചേരുംപടി ചേർക്കാനാ. അപ്പോൾ ഇവിടുന്ന് ചേരുംപടി ചോദ്യമാണ് വരിക, ഇതിങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിക്കണം അല്ലേ. സ്വാതന്ത്ര്യ സമരം മൊത്തം പഠിക്കുമ്പോൾ കാലഗണനാ ചോദ്യങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നടന്ന വർഷങ്ങൾ കൃത്യമായിട്ട് അറിയണം. വർഷം കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അതിൻ്റെ ഒരു കാലഗണനയെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഇത് എന്നുള്ള ഒരു ധാരണയെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. ഓരോ ഏരിയയിൽ നിന്ന് പഠിക്കുമ്പോൾ ആ രീതിയിൽ ചോദ്യങ്ങൾ കണ്ട് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത കാര്യം, സ്ഥിരതയില്ലായ്മ. LDCക്ക് വേണ്ടി പഠിക്കാനൊക്കെ ഇറങ്ങി അല്ലേ, ഒരു കൊല്ലം മുന്നേ ഒക്കെ പഠിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. 2 മാസം പഠിച്ചു, പിന്നെ എന്തോ ഒരു വിഷയം വന്നു, നിർത്തിപ്പോയി. ചിലപ്പം തക്കതായ കാരണങ്ങളുള്ള വിഷയം തന്നെ ആയിരിക്കാം, എങ്കിലും ഗ്യാപ്പ് തന്നെയാണ്. എന്തുകൊണ്ട് തന്നെ ആയാലും അവിടെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തുടങ്ങുമ്പോൾ നമ്മളൊരു ബിഗ് സീറോ തന്നെയാണ്. തുടക്കത്തിലെ പോലെ തന്നെ സീറോ ആണ്. വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ പഠിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് ഇറങ്ങി തിരിച്ചാൽ പിന്നെ എന്തുണ്ടാവരുത്? ഗ്യാപ്പ് ഉണ്ടാവരുത്. സ്ഥിരതയോടുകൂടിയുള്ള കഠിന പ്രയത്നം, അതാണ് വിജയത്തിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ഒരിക്കലും എന്ത് വിഷയം, അത് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു മാസം ഇട്ടേക്കണമെന്നില്ല, ഒരാഴ്ച ഇട്ടേക്കണമെന്നില്ല. ഒരു ദിവസം പഠനത്തിന് ഗ്യാപ്പ് കൊടുത്താൽ പോലും അത് നിങ്ങളെ വൻ തോതിൽ ബാധിക്കും. അതൊരാഴ്ചയാണെങ്കിൽ അത് വലിയ രീതിയിൽ ബാധിക്കാൻ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവും. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് പഠിക്കുന്ന സമയത്ത് പ്രശ്നമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയില്ലായിരിക്കും. പക്ഷെ എന്താണ്, അവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഇടവേള നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തലേന്ന് പഠിച്ച അതേ അളവിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല ഈ ഒരു ഗ്യാപ്പ് ഇട്ട്. അതുകൊണ്ട് ഗ്യാപ്പ് ഇടാതെ ഒരേ രീതിയിൽ ഒരേ അളവിൽ ഒരേപോലെ പഠിച്ചു പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തെറ്റ് വരുത്തിയവർ ശ്രദ്ധിക്കുക. ദെൻ 6ാമത്തത്, മാത്സ് ഇംഗ്ലീഷ് വലിയൊരു അറിവില്ലായ്മ പലരും പറ്റുന്നൊരു പ്രശ്നമാണ്. എന്നിട്ട് എന്ത് ചെയ്യും? എനിക്ക് മാത്സും ഇംഗ്ലീഷും എങ്ങനെയാണ്, എന്നാൽ പിന്നെ ഇനി LGS കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. എപ്പോഴാണ് വിചാരിക്കുക? യെസ്, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അവസാനം വരെ നോക്കിയിട്ട് ഒരുവിധം ലെവൽ എത്തിയ സമയത്തായിരിക്കും പിന്നെ അവസാനം പിന്നെ വേണ്ട, ഇനി നടക്കൂല എന്ന് വിചാരിച്ച് LGSലേക്ക് അങ്ങോട്ട് മാറുക. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ മാത്സ് ബുദ്ധിമുട്ട്, ഇംഗ്ലീഷ് ബുദ്ധിമുട്ട് വലിയൊരു ശതമാനത്തിനുള്ളതാണ്. പക്ഷേ ഇതില്ലാതെ ഒരു LDC പരീക്ഷയിൽ ടോപ്പ് റാങ്ക് നേടുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് താനും. കാരണം ഇവിടെ 10, 20 മാർക്കുണ്ട് അല്ലെ. മലയാളം പിന്നെ ആർക്കാണ് ബുദ്ധിമുട്ട് വരും? ഈ CBSE സിലബസ് അല്ലെ, ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ച ആളുകൾക്കാണ് അവിടെ ബുദ്ധിമുട്ട് വരുള്ളൂ. അത് ചെറിയൊരു ശതമാനം ഉണ്ടാവുള്ളൂ. പക്ഷെ വലിയ ശതമാനത്തിനും മാത്സും ഇംഗ്ലീഷും പാടായിരിക്കും. പക്ഷെ ഇവിടെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ച് അത് അത്യാവശ്യം എളുപ്പമായിരിക്കും. അപ്പോൾ അവർക്കത് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മെച്ചപ്പെടുത്തേണ്ടത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. LDC നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് എഫേർട്ട് അധികം എടുക്കണം. അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തണം. ബേസിക് മാത്സ് നന്നായിട്ട് പഠിച്ച് ഉറപ്പിച്ചിട്ട് ബാക്കിയുള്ള നിങ്ങളുടെ സിലബസിലുള്ള 12, 13 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ടോപ്പിക്കിലേക്ക് കടക്കണം. അതേപോലെ ഇംഗ്ലീഷിന്റെ കാര്യത്തിലും നല്ല തയ്യാറെടുപ്പ് നടത്തിയിട്ട് അവിടെ മാർക്ക് മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ആ MEM എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഡിഗ്രി ലെവലിലൊക്കെ ആകുമ്പോൾ അത് പ്രത്യേകിച്ചും LDCയുടെ കാര്യത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിൽ വലിയൊരു ശതമാനത്തിന് മലയാളമൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും മലയാളവും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് 3ഉം മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം അവിടെ നിങ്ങളെല്ലാവരും ഇപ്പോഴേ ചെയ്തു വെക്കണം. ദെൻ 7ാമത്തെ കാര്യം, ഈ ചില ഏരിയകൾ കുഴക്കും. എന്താണ് പ്രശ്നം? ഇവർ ബുദ്ധിമുട്ടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയോ, നിങ്ങൾ പണ്ട് മുതലേ പഠിച്ച ഏരിയകളുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സിലബസ് ഏരിയകൾ. സ്കൂൾ ക്ലാസ്സുകൾ ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് വിഷയങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വീണ്ടും പഠിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെയൊക്കെയോ പഠിച്ച പോലെ ചെറിയ ഓർമ്മകളൊക്കെ നമ്മളിലേക്ക് വരും. കാരണം നമുക്ക് മുന്നറിവുണ്ട്.
പക്ഷേ ഈ ടോപ്പിക്കുകളിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതില്ല. അത് നിങ്ങൾ LDCക്ക് വേണ്ടി മാത്രമായിട്ട് ആ ടൈമിൽ പഠിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ PSCക്ക് വേണ്ടി മാത്രമായി മറ്റു പരീക്ഷകളുടെ സിലബസിലൊക്കെ ഉള്ളത് കൊണ്ട് ഈ ടൈമിൽ പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അത് ഈ ഒരു ടൈമിൽ പഠിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അത് പഠിച്ചത് നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അതിൽ നിന്ന് പല ചോദ്യങ്ങളും കിട്ടാതെയാവും. അത് പഠിക്കുന്നതിനും നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടി വരും. അതുകൊണ്ട് നല്ല രീതിയിൽ പരിചയപ്പെടേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ട്. ഈ വിഷയങ്ങളെ കേരള ഭരണ സംവിധാനം സ്കൂൾ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. സുപ്രധാന നിയമങ്ങൾ അല്ലെ, ആ സ്കൂൾ ക്ലാസ്സിൽ ആകെയുള്ള സുപ്രധാന നിയമങ്ങളിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 10ാം ക്ലാസ്സിലുണ്ട്. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ ഇത്തിരി അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ദെൻ കല, കായികം, സാഹിത്യം, സംസ്കാരം. ഇത് നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ ആ രീതിയിലൊന്നും പഠിച്ചിട്ടില്ല. ആ ഒരു പ്രത്യേക അഭിരുചികൾ ഈ ഓരോ മേഖലയിൽ ഇല്ലാത്തവരെ സംബന്ധിച്ച് ഈ വിഷയം PSCക്ക് വേണ്ടി പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടിച്ചവരുണ്ടാവും. ദെൻ കറണ്ട് അഫേഴ്സ്, പത്രവായന പണ്ട് തൊട്ടേ ശീലമില്ലാത്തവരെ സംബന്ധിച്ച് ആനുകാലികം എന്നുള്ള വിഷയം ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ. പണ്ട് തൊട്ടേ പത്രവായനയുള്ള ശീലമുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ കറണ്ട് അഫേഴ്സ് ഒരു വിഷയമല്ല താനും. അതാണ് ആ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് വിഷമിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ ഒരു ബെൽറ്റ് പലരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുന്നൊരു ഏരിയയാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്ത് ചെയ്യണം, തുടക്കത്തിൽ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കണം. അല്ലാതെ പ്രിലിംസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കാം, പ്രിലിംസ് ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് പ്രിലിംസിന് പഠിക്കാം എന്നിട്ട് മെയിൻസിന് പഠിക്കാം എന്നല്ല വിചാരിക്കേണ്ടത്. ഇതൊക്കെ തുടക്കത്തിലേ പഠിച്ചെടുക്കേണ്ട ടോപ്പിക്കുകളാണ്. എന്നിട്ട് പിന്നീട് നന്നായിട്ട് റിവിഷൻ ചെയ്ത് പോകേണ്ട ടോപ്പിക്കുകളാണ്. ആ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത പോയിന്റ്, ഒരു റാങ്ക് ഫയലിനെ മാത്രം അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ സെന്ററിനെ മാത്രം ആശ്രയിച്ചിട്ട് നമ്മൾ എന്തായിപ്പോയി, കൂപമണ്ഡൂകങ്ങളായിപ്പോയി അല്ലേ. പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ പറയില്ലേ. പുറത്ത് എന്ത് നടക്കുന്നു, മറ്റുള്ളവർ ഏത് ലെവലിൽ പഠിക്കുന്നു എന്ന് തിരിച്ചറിവില്ലാതെ പോയി, ഏത് ട്രാക്കിൽ പോകണം എന്നുള്ള അറിവില്ലാണ്ടായി പോയി അല്ലെ. LDCയിൽ പഠിക്കുന്നത് പിന്നെ ഒരു LDC എന്ന് പേര് അച്ചടിച്ച കവർമേൽ LDC എന്ന് അച്ചടിച്ച ഒരു റാങ്ക് ഫയലിംഗ് വാങ്ങി നോക്കി. ഏതിൻ്റെതായാലും ഞാൻ ഒരാളെ കുറ്റം പറയുന്നൊന്നുമല്ല, എല്ലാം നല്ല പുസ്തകങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത് അതെങ്ങനെ ഉപയോഗിക്കുന്നതിലാണ് പലരുടെയും പ്രശ്നം എന്നുള്ളതാണ്. ഓഫ്ലൈൻ ആയാലും അതാണ്. ഓഫ്ലൈനും ഓൺലൈനും രണ്ടിനും ഗുണങ്ങളുണ്ട്, രണ്ടിനും ദോഷങ്ങളുണ്ട്. ഞാൻ ഈ രണ്ട് ഫീൽഡിലും വർക്ക് ചെയ്ത ആളാണ്. രണ്ടിൻ്റെയും ഗുണവും ദോഷവും കൃത്യമായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നൊന്നുമല്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. അതായത് ഇന്ന് ഒരു റാങ്ക് ഫയലിൽ മാത്രം ആശ്രയിക്കുന്ന ഒരാൾ തോറ്റുപോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇന്ന് ഭൂരിഭാഗം ആളുകളും ഈ പറഞ്ഞ റാങ്ക് ഫയൽ മെറ്റീരിയൽസ് ഒരുവിധം എന്തൊക്കെ കിട്ടും അതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനിലും പഠിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഓൺലൈനിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പിന്നോട്ടടിക്കുമ്പോൾ, നമ്മളൊന്നും അറിയാതെ നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളയിടത്ത് നടക്കുന്ന ആ ഒരു പരിശ്രമം എത്രത്തോളം ഉണ്ട് എന്നുള്ള തിരിച്ചറിവില്ലാതെ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റുരച്ച് നോക്കണം. പുറത്തുള്ള മറ്റുള്ളവരായിട്ട് മാറ്റുരച്ച് നോക്കാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. ഓക്കെ, അപ്പം റാങ്ക് ഫയലിനെ മാത്രം ആശ്രയിച്ചാൽ നിങ്ങൾ ഒന്നാമത്തെ പേജ് മുതൽ ഇങ്ങനെ വായിക്കും അല്ലെ, ഒരു മാസം കഴിയുമ്പോഴേക്കും കുറെ തീർത്തിട്ടുണ്ടാവും. പക്ഷേ അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം നിങ്ങൾ കാണുമ്പോൾ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് അയ്യോ ഞാനിത് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു മനോഭാവം വരും, നിർത്തും. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ആ റാങ്ക് ഫയൽ എടുത്ത് വെക്കും അല്ലേ, അങ്ങനെ പോവും. പക്ഷെ അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ശതമാനം കുറവായിരിക്കും. അഡീഷണൽ പല കാര്യങ്ങളും പുറത്തുനിന്നായിരിക്കും വരികയും ചെയ്യുക. അതേപോലെ ഓഫ്ലൈൻ സെന്ററുകളിലാണെങ്കിൽ എനിക്കിതിനെ അറിയുന്നതാണ്, ഞാൻ കുറ്റം പറയുന്നതല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടിനും ദോഷമുണ്ട് രണ്ടിനും ഗുണമുണ്ട് അല്ലേ. ഇപ്പോൾ ഓഫ്ലൈനിലാണെങ്കിൽ ഇരുന്ന് പഠിക്കാൻ സുഖമാണ്, ഓൺലൈൻ ആകുമ്പോൾ കുറച്ച് കണ്ണിനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താണ്, നേരെ തിരിച്ച് ഓഫ്ലൈനിലാണെങ്കിൽ ഇപ്പം ഒരു 2 മണിക്കൂർ ക്ലാസ് കൊണ്ട് ആ ഒരു വിഷയത്തിന്റെ ടോപ്പിക്ക് സിലബസ് തീർത്തിട്ടുണ്ടാവില്ല. ആ ഒരു ക്ലാസ് എടുക്കാൻ പിന്നെ അധ്യാപകൻ വരുന്ന ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരും. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. സിലബസ് തീരാത്ത വിഷയം അവിടെയുണ്ട്. പക്ഷെ ഓൺലൈനിൽ സിലബസ് തീർക്കാത്ത വിഷയം ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഓക്കെ, പക്ഷെ എന്താണ്, ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഞാനിവിടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ എത്ര നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാലും അത് കുറ്റം പറയാനേ ആളുകൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ഓൺലൈൻ ഫീൽഡിൽ ഇപ്പം കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് രണ്ടിൻ്റെയും യഥാർത്ഥ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞാൽ പോലും അത് ഓഫ്ലൈൻകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പിടിക്കില്ല, കുട്ടികൾക്കോ പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എനിക്ക് രണ്ടിനെയും വ്യക്തമായിട്ട് അറിയാം, രണ്ടിനും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്താണ്, മാതൃകാ പരീക്ഷകൾ വേണ്ടത്ര ചെയ്തില്ല. പഠിച്ചിട്ടുണ്ട്, റിവിഷൻ ചെയ്തിട്ടുണ്ട്, സിലബസ് തീർത്തിട്ടുണ്ട്, റിവിഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ, മാതൃകാ പരീക്ഷകൾ മാക്സിമം എഴുതിയിട്ടില്ല. ഉറപ്പായിട്ടും തോറ്റുപോകും. അത് മാക്സിമം എഴുതുന്നവരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബാക്കിലോട്ട് പോകും. അതുകൊണ്ട് എക്സാമുകൾ എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ, അത് പരീക്ഷ എടുക്കുമ്പോൾ ഒരു 3-4 മാത്രം ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. ദെൻ 10ാമത്തെ കാര്യം റിവിഷൻ അല്ലേ. റിവിഷൻ തന്നെ നടത്താൻ പറ്റിയില്ല. സിലബസ് തീർത്തു, റിവിഷൻ പോലും നടത്താൻ പറ്റിയില്ല. കാരണം എന്താ, ഇറങ്ങി തിരിച്ചത് അത്രയും ലേറ്റ് ആയിട്ടായിരുന്നു. പരീക്ഷയുടെ തീയതിയൊക്കെ വന്നതിന് ശേഷം പഠിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമാണ്. യമണ്ടൻ സിലബസ് ആണ് ഇപ്പോൾ ഉള്ള LDCക്ക് പോലും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സിലബസ് പഠിച്ചു തീർത്തു, പക്ഷെ അതിന്റെ റിവിഷൻ നല്ല രീതിയിൽ നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് പല കാര്യങ്ങളും പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടാവാം.
റിവിഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇടയ്ക്കിടെ നമ്മൾ ഇങ്ങനെ പഠിച്ചത് വീണ്ടും വീണ്ടും പഠിച്ചാൽ മാത്രമേ അവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ പോകും. 11ാമത്തെ കാര്യം, നമ്മളെ സിലബസ് പൂർണ്ണമായിട്ട് തീർക്കാൻ പറ്റിയില്ല. മോഡൽ എക്സാം ചെയ്യാൻ പറ്റിയില്ല, റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല, സിലബസ് പൂർണ്ണമായിട്ട് തീർക്കാൻ പറ്റാത്തവരും കുറേ പേരുണ്ടാവും അല്ലേ. പലരും പല രീതിയിലാണ്. റിവിഷൻ ചെയ്ത് നിന്നിട്ടല്ലേ, സിലബസ് തന്നെ തീർക്കാൻ പറ്റിയില്ല. ആ സിലബസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് അതിൽ ഓരോ ഏരിയയും തീർത്ത് ടിക്കറ്റ് പോകണം. അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, ഉറപ്പായിട്ട് തോറ്റുപോകും. കാരണം ഈ സിലബസ് തന്നെ തീർക്കാൻ പറ്റിയില്ല. സിലബസ് തീർത്തവനുണ്ട്, അത് നന്നായിട്ട് റിവിഷൻ ചെയ്തവനുണ്ട്, അവിടെ നിന്ന് നന്നായിട്ട് മോഡൽ എക്സാമുകൾ ചെയ്തവനുണ്ട്, ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ എക്സാം ചെയ്തവരുണ്ട്. അപ്പോൾ ഇവരോട് മത്സരിക്കുമ്പോൾ ഉറപ്പായിട്ട് സ്വാഭാവികമായിട്ടും തോറ്റുപോകും, അവർ ആദ്യ റാങ്കുകളിലേക്ക് പോകും. അതാണ് സംഭവിക്കുക. അത് നന്നായിട്ട് സിലബസിനെ അറിഞ്ഞ് പഠിക്കേണ്ടതുണ്ട്. ദെൻ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പരീക്ഷാ തീയതി വന്ന ശേഷം മാത്രം പഠിക്കാൻ ഇറങ്ങി, അതുകൊണ്ട് തന്നെയായിരിക്കും സിലബസ് തീർക്കാൻ പറ്റാതെ പോയത് അല്ലേ. ആ ഒരു ടൈമിൽ മാത്രം, ആ ഒരു പഠനത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. അത് പണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. കാരണം എന്താ, അവിടെ നിങ്ങൾക്ക് ആ ഒരു ട്രാക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു. പ്രീവിയസ് നന്നായിട്ട് പഠിക്കണം എന്നുള്ള ട്രാക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു. അവിടെ എന്താണ്, ഒരു 5-10 കൊല്ലത്തെ പ്രീവിയസ് പഠിച്ചാൽ തന്നെ നല്ലൊരു ശതമാനം മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നതല്ല. ഈ സിലബസ് കംപ്ലീറ്റ് നന്നായിട്ട് തീർക്കണം, പ്ലസ് റിവിഷൻ ചെയ്യണം, മോഡൽ എക്സാമുകൾ ചെയ്യണം. ഇതൊക്കെ നന്നായിട്ട് ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. കാരണം അത്രയും സോഴ്സസ് ഇന്ന് അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കടുത്ത മത്സരം നേരിടുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വളരെ നേരത്തെ തന്നെ തുടങ്ങണം, സിലബസ് തീർക്കണം, റിവിഷൻ ചെയ്യണം, എക്സാമുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ടച്ച് വിടാതെ ഇതിനിടയിലുള്ള എക്സാമുകളൊക്കെ എഴുതിക്കൊണ്ടേയിരിക്കണം. ആ പെർഫെക്റ്റ് പീക്ക് ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എക്സാം നിങ്ങൾക്ക് കിട്ടണം. എക്സാം പരീക്ഷ ഹാളിൽ സമ്മർദ്ദമില്ലാതെ എഴുതാനും പറ്റണം, എങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. അപ്പോൾ 12ാമത്തെ കാര്യം ഇതാണ്. അപ്പോൾ ആദ്യമേ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. ദെൻ ജോലിയുടെ സൈഡിലൂടെ മാത്രമായിട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ തവണ LDC നോക്കിയപ്പോൾ എന്തെങ്കിലും സൈഡായിട്ട് ഒരു പ്രൈവറ്റ് ജോലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു. അപ്പം അന്ന് അതായിരുന്നു വലുത്. അവിടെ നിന്ന് ഏണിങ്സ് ഉണ്ട്, അതുകൊണ്ട് കുടുംബം നടത്താനുണ്ട്. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ ഏണിങ്സ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ ബി മാത്രമായിരുന്നു ഈ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ LDCയുടെ പഠനം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ പ്ലാൻ ബി ആയിട്ടല്ല അതിനെടുക്കേണ്ടത്. നമ്മുടെ പ്ലാൻ എ ഇതായിരിക്കണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ 100% ഇട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം സൈഡിലൂടെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാലൊന്നും ഇന്ന് നേടാൻ പറ്റില്ല. അപ്പം അങ്ങനെ കൊണ്ടുപോയവരായിരിക്കും നിങ്ങൾ. ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയ തെറ്റതായിരിക്കാം. ഇനി എല്ലാതരം എക്സാമിനും ശ്രമിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല അല്ലേ. 13 ജോലിയുടെ സൈഡിലൂടെ 14 എല്ലാതരം എക്സാമിനും കൂടെ ശ്രമിച്ചു. LDC വേണം, LGS വേണം, 10th ലെവൽ എല്ലാം വേണം, ഡിഗ്രി ലെവൽ വേണം, +2 ലെവൽ വേണം. എല്ലാത്തിനും കൂടെ ശ്രമിച്ചാൽ എല്ലാം ലിസ്റ്റിലും പെടുന്നവരുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, ഞാനൊക്കെ ആ രീതിയിൽ പണ്ട് ശ്രമിച്ച ആളുകളാണ്, എല്ലാ ലെവലിലും വന്നിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ശ്രമിക്കാം. പക്ഷെ അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ആ തിരിച്ചറിവുണ്ടായിരിക്കണം. ഈ 3 എല്ലാത്തിൻ്റെയും കൂടെ സിലബസുകൾ ചേർത്ത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സിലബസ് ഉണ്ടാക്കിയിട്ട് വേണം പഠിക്കാൻ. അങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല. അതൊന്നും ഉണ്ടാക്കാതെ ചുമ്മാ എല്ലാത്തിനും ഒന്ന് വരുമ്പോൾ അതിനു വേണ്ടി പഠിക്കുന്നു. അത് ലാസ്റ്റ് ടൈമിലെത്തുമ്പോൾ ഇത് എനിക്ക് ഏകദേശം കിട്ടൂല എന്നുള്ള ബോധ്യമാവുന്നു. അവിടെ ഇനി ഇതുണ്ടല്ലേ, എന്നാ പിന്നെ ഇനി അതാവാം, ഇതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ചാടി അതിനുവേണ്ടി പഠിക്കുന്നു. കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇതേ അനുഭവം, ആ സിലബസും തീരുന്നില്ല, അടുത്ത ചാടുന്നു, തീരുന്നില്ല. എല്ലാ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു 3-4 മാസമുള്ള സമയത്ത് അതിലേക്ക് ചാടുന്നു, തീരുന്നില്ല. ഇതാണ് അവസ്ഥ. അതല്ല PSC പഠനം. നിങ്ങൾ അങ്ങനെ എല്ലാത്തിനും നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ എല്ലാ സിലബസും കൂടെ ചേർത്ത് വെച്ച് പഠിച്ചുകൊണ്ട് ഇപ്പോഴേ തുടങ്ങിയിട്ട് മുന്നോട്ടേക്ക് പോകണം. എന്നിട്ട് ആ പറയുന്ന സിലബസുകളെല്ലാം തീരുന്ന സമയത്ത് അതിനുശേഷം അങ്ങോട്ടുള്ള എക്സാമുകൾ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ പറ്റും. അതിനിടയിലുള്ള എല്ലാ എക്സാമുകളും എഴുതുകയും വേണം. ഓക്കെ, യെസ്. ദെൻ അടുത്ത പോയിന്റ്, പരീക്ഷാ കാലഘട്ടത്തിൽ എന്തായിരുന്നു, കംഫോർട്ട് സോണിലായിരുന്നു. അതുകൊണ്ട് പരീക്ഷയെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിലൂടെ സർക്കാർ ജോലി, മറ്റൊരു ജോലി ഉള്ളത് കൊണ്ട് ഈ ഒരു ശ്രമം സൈഡിലൂടെ ആയിപ്പോയി എന്നുള്ളത് പോലെ തന്നെ ജോലിയൊന്നുമില്ല, പക്ഷെ കംഫോർട്ട് സോണിലായിരുന്നു. വീട്ടുകാരായിട്ടൊന്നും പ്രശ്നമില്ല, ഭർത്താവുമായിട്ടൊന്നും പ്രശ്നമില്ല, എല്ലാം ഓക്കെയാണ്, അവർ നോക്കിക്കോളുമായിരുന്നു. അച്ഛനും അമ്മയെല്ലാം നല്ല സപ്പോർട്ടാണ് അല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടിൽ എന്ത് ചോദിച്ചാലും പൈസ കിട്ടുന്നു, ഭക്ഷണം കിട്ടുന്നു, താമസം കിട്ടുന്നു, എല്ലാ സൗകര്യങ്ങളുണ്ട്, കംഫേർട്ടാണ്, ലൈഫിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഇതിനെ ഗൗരവമായിട്ട് നോക്കിയില്ല. പക്ഷെ അതിൽ തന്നെ പലരുടെയും സ്ഥിതി ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. ഞാനിത് എപ്പോഴോ പറയുന്ന, നിങ്ങൾ ഇപ്പോൾ കംഫോർട്ട് സോണിലാണ് ഉള്ളത് എന്നുകൊണ്ട് നിങ്ങൾ പഠനത്തെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതി ഉറപ്പിച്ച് വെച്ചോ, നിങ്ങൾ എല്ലാവർക്കും ഈ സിറ്റുവേഷനിൽ മാറ്റം വരും. അങ്ങനെ മാറ്റം വരുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് നമ്മൾ ഇതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കിത് നടക്കില്ല. അങ്ങനെയുള്ള എത്രയോ പേര് ഇവിടെ ഉണ്ട്. എനിക്ക് ഉറപ്പതാ. നിങ്ങളില്ലേ, നീയില്ലടാ, നിനക്കില്ലേ പ്രശ്നം. അന്ന് എന്തായിരുന്നു നിന്റെ അവസ്ഥ? വളരെ ഓക്കെ ആയിരുന്നു. നിങ്ങൾ ആ കംഫേർട്ട് സോൺ പൊട്ടി അല്ലേ, ഒരാൾ തേച്ചിട്ട് പോയി, അല്ലെങ്കിൽ എന്താണ് ഭർത്താവ് ഇപ്പോൾ കച്ചറയാണ്, പണ്ടത്തിനോട്ടല്ല അല്ലേ. അന്ന് ജോലിയൊന്നും വേണ്ട, നമുക്കറിയാം എൻ്റെ ജോലി ഉണ്ടല്ലോ, നമുക്കിങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പറയാൻ തുടങ്ങി, നിനക്കും കൂടി ജോലി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ഇങ്ങനെയൊക്കെ ആവേണ്ടിയിരുന്നോ, എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് ഞാനല്ലേ നയിച്ചു കൊണ്ടുവരുന്നത്, നീ അവിടെ മിണ്ടാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള വാക്കുകൾ വരാൻ തുടങ്ങി. അങ്ങനെ കംഫേർട്ട് സോൺ പൊട്ടിക്കൊണ്ടിരിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ടാവും, ഇല്ലടാ. യെസ്. അപ്പം
ഇനിയെങ്കിലും അത് മനസ്സിലാക്കി. ഇനി കംഫോർട്ട് സോണിലുള്ളവരോട് അതാണ് പറയാനുള്ളത്. അത് എന്ന് വേണമെങ്കിൽ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഇപ്പോഴേ നല്ല രീതിയിൽ ശ്രമിച്ച് നേടാൻ വേണ്ടി നോക്കിക്കോളൂ കേട്ടോ മക്കളെ. അടുത്തത്, ആസൂത്രണം ഇല്ലായ്മ കാരണം വിവിധ കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ തന്നെ പറ്റിയില്ല, അതുകൊണ്ട് തോറ്റുപോയ അവരൊന്നും പറയാനില്ല. കാരണം എന്താ, ഒരാസൂത്രണം ഇല്ല. ഇന്ന പരീക്ഷ ഇന്ന സമയത്താണ്, അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറേ മുന്നേ തന്നെ അതൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് ആ ടൈമിൽ പനി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ ഒന്നും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാത്തത് കൊണ്ട് എന്ത് ചെയ്തില്ല, എല്ലാം കൃത്യമായിട്ട് നടന്നില്ല. സിലബസ് തീർക്കലും റിവിഷനും എക്സാമുകളൊന്നും കൃത്യമായി നടന്നില്ല. ടെൻഷനായി, പനിയായി, എക്സാം എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേറെ മറ്റു പല കാരണങ്ങളാൽ എക്സാം എഴുതാൻ പറ്റിയില്ല, അല്ലേ? അങ്ങനെ സംഭവിച്ചവരുണ്ട്. നന്നായിട്ട് നോക്കിയിട്ട് ചിലപ്പോൾ കിട്ടേണ്ടിയിരുന്ന ഒരു പരീക്ഷയായിരിക്കും. അന്ന് എന്തെങ്കിലും ആരുടെയെങ്കിലും മരണം സംഭവിച്ചതിനാലോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ കിടപ്പിലായി പോയത് കൊണ്ടോ നിങ്ങൾക്ക് എക്സാം പറ്റാതെ പോയവരും ഉണ്ടാവും, അങ്ങനെ തോറ്റുപോയവരും ഉണ്ടാവും. ഇങ്ങനെ 16 കാരണങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 16 തന്നെ വേറെ പല രീതിയിൽ പറയാൻ പറ്റും. ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഇതിൽ തന്നെ ഉൾപ്പെടുന്ന രീതിയിലുള്ള പല കാര്യങ്ങളാവാം. ഇതല്ലാത്ത പല കാരണങ്ങൾ ഉണ്ടാവാം, ഞാൻ വിട്ടുപോയിട്ടില്ല. എന്താണ് പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയ കുറേ കാരണങ്ങളാണ്. ഇതല്ലാത്ത വേറെയും കാരണങ്ങൾ ഉണ്ടാവാം. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കാരണം ഒന്ന് വിശദമായിട്ട് ഇവിടെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയാൽ അത് നിങ്ങൾക്കും ഗുണമാവും, നിങ്ങളുടെ പിന്നാലെ വരുന്ന മറ്റുള്ളവർക്കും ഗുണമാവും. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്തു എന്നുള്ളൊരു മനസ്സംതൃപ്തി ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് പറ്റിയ പിഴവുകൾ പറഞ്ഞു കൊടുക്കുന്നത് പോലും ഏറ്റവും പ്രധാന കാര്യമാണ്, അല്ലെ? വെറുതെ ചുമ്മാ കുറെ മോട്ടിവേഷൻ കൊടുക്കൽ മാത്രമല്ല, തെറ്റുകൾ തിരുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് യഥാർത്ഥ മോട്ടിവേഷൻ. അല്ലാതെ എന്താണ് എന്നെ കൊണ്ട് പറ്റിയില്ല, നിന്നെ കൊണ്ട് പറ്റും, അത് ആർക്കും പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, ഭൂമി മുഴുവൻ കൂടെ നിൽക്കും. ഇങ്ങനെ മഹാന്മാരുടെ വചനങ്ങളൊക്കെ പറഞ്ഞു തരാൻ ആർക്കും പറ്റും. എഴുതി വെച്ച വായിച്ച് രോമാഞ്ചം കൊള്ളാൻ നിങ്ങൾക്കും പറ്റും. പക്ഷെ ഈ വർക്ക് ചെയ്യണം മക്കളെ. ആ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ വേണം, നമുക്ക് ഈ ബോധം വേണം. ആ ബോധം ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ തോറ്റു എന്നുള്ള തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവുകളാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഈ തിരിച്ചറിവുകളൊക്കെ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളായിട്ട് മനസ്സിലാക്കി അതിനെ തിരുത്താനുള്ള വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ LDC എന്ന് മാത്രമല്ല ഏത് ലക്ഷ്യവും നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. ഓരോ ലക്ഷ്യങ്ങൾ കീഴടക്കുമ്പോഴും ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ വാചകങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ ഓർക്കും എന്നുള്ളതിൻ്റെ പ്രതീക്ഷയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ, ബൈ.